ബന്ധു നിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ നാളെ പുറപ്പെടുവിക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. തീരുമാനം വിജിലൻസ് കോടതിയെ അറിയിക്കും. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. രാവിലെ മുതൽ നിയമവൃത്തങ്ങളുമായി കൂടിക്കാഴ്ചയിലായിരുന്നു ജേക്കബ് തോമസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ കെ.ഇ. ബാബു, ലീഗൽ അഡ്വൈസർ സി.സി. അഗസ്റ്റിൻ, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ചെറുന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി ഒന്നിലേറെ തവണ ജേക്കബ് തോമസ് കൂടിക്കാഴ്ച നടത്തി. ഇ.പി. ജയരാജനെതിരായ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ നിയമോപദേശം. എന്നാൽ പൊതുമേഖലാ സ്ഥാപന മേധാവിമാരെ നിയമിക്കുന്നത് റിയാബാണെന്നിരിക്കെ മന്ത്രിക്കെതിരായ തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്ക വിജിലൻസിനുണ്ട്. പരാതിയുടെ ഇരുവശങ്ങൾ പരിശോധിച്ചെങ്കിലും ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയേ മതിയാവൂ എന്നതാണ് നിയമം. കൂടാതെ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വകാര്യ പരാതി വിജിലൻസ് കോടതി മുമ്പാകെയുണ്ട്. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് തീരുമാനിച്ചതായുള്ള ഡയറക്ടറുടെ അറിയിപ്പ് കോടതിയെ അറിയിക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് നിലവിൽ കേസന്വേഷണം കൈമാറിയിരിക്കുന്നതെങ്കിലും നാളെ രാവിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിനു ശേഷമാവും അന്വേഷണ വിശദാംശങ്ങൾ തീരുമാനിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവാദ നിയമനം ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിയമങ്ങളിലെ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം നടത്തും. നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. വിവാദ നിയമന വാർത്ത വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമായതിനാൽ നിയമന വിഷയം തന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നൽകിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടുന്നവർക്കും വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ത്വരിത പരിശോധന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇ.പി. ജയരാജൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ ആവശ്യപ്പെട്ടു. ത്വരിത പരിശോധനയ്ക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യണമെന്നും ചെന്നിത്തല. അതേസമയം വിജിലൻസ് അന്വേഷണം നടന്നിട്ടും UDF കാലത്ത് KM മാണി രാജിവെക്കാത്തത് ബന്ധു നിയമനവുമായി ചേർത്ത് വായിക്കേണ്ടതില്ലെന്നും ചെന്നിത്തല. UDF കാലത്ത് ബന്ധുക്കളെ നിയമിച്ചതും ചെന്നിത്തല നിഷേധിച്ചു. ഇ.പി. ജയരാജൻ രാജിവെക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ജയരാജൻ്റെ രാജി ഒഴിവാക്കാനുള്ള CPMൻ്റെ ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രിയായതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകനാണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള മന്ത്രിയാണ്. അദ്ദേഹം ചെയ്തത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. 1988 അഴിമതി നിരോധന നിയമത്തിലെ 13, 15 എന്നീ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീർച്ചയായും കുറ്റക്കാരനാണ്. ബന്ധു നിയമന വിവാദം ചൊല്ലിയുള്ള അന്വേഷണം UDF നേതൃത്വത്തിലേക്കും നീളുന്നു. UDFന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയും അടക്കം 6 മന്ത്രിമാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ചതായി വിജിലൻസിന് പരാതി ലഭിച്ചു. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് പരാതിക്കാരൻ വിജിലൻസ് ഡയറക്ടറെ സമീപിച്ചത്. പരാതിയിൽ നിയമോപദേശം തേടാൻ ജേക്കബ് തോമസ് തീരുമാനിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ബന്ധു നിയമനങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവായ AH ഹഫീസാണ് വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ പരാതി നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുവായ കുഞ്ഞില്ലമ്പള്ളിയെ സഹകരണ പരീക്ഷാ ബോർഡിന്റെ ചെയർമാനാക്കിയത് മുതൽ അനൂപ് ജേക്കബിന്റെ സഹോദരിയെയും ഭാര്യയെയും സർക്കാരിന്റെ ഉന്നത തസ്തികയിൽ നിയമിച്ചതിൽ സ്വജനപക്ഷപാതം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഉമ്മൻചാണ്ടി, അനൂപ് ജേക്കബ്, VS ശിവകുമാർ, KC ജോസഫ്, M ഉമ്മർ മാസ്റ്റർ, R ശെൽവരാജ് എന്നിവരുടെ അടുത്ത ബന്ധുക്കളെ സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളിൽ നിയമിച്ചതായുള്ള വാർത്ത പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് AH ഹാഫീസ് പരാതിയുമായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ സമീപിച്ചത്. പരാതി സ്വീകരിച്ച ജേക്കബ് തോമസ് ഇതിന്മേൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം.
BJP ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായ ആക്രമണം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. മെഡിക്കൽ ഷോപ്പുകളടക്കം തുറന്നു പ്രവർത്തിച്ച കടകൾ ബലമായി അടപ്പിച്ചു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരകം തകർത്തു. RSS അക്രമത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകന് കേൾവി നഷ്ടമായി. സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമങ്ങളാണ് ഉണ്ടായത്. ഹർത്താലിനോട് സഹകരിക്കാത്തവർക്കു നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവൻ സ്മാരകം BJP പ്രവർത്തകർ അടിച്ചു തകർത്തു. അന്തരിച്ച CPIM നേതാവ് KK മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളും പുകസ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പങ്ങളും പ്രവർത്തകർ തകർത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്ത് അവർ സഞ്ചരിച്ചിരുന്ന കാർ തകർത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM, DYFI, CITU കൊടിമരങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. കൊച്ചിയിലും സമാന സംഭവമുണ്ടായി. മൂന്നാർ, വാഗമൺ തുടങ്ങിയവിടങ്ങളിൽ വിനോദസഞ്ചാരികളെ ഹർത്താൽ ബുദ്ധിമുട്ടിലാക്കി. തൊടുപുഴ ലേബർ ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മറ്റു പ്രവർത്തകർ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മറയൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പ്രവർത്തകർ ഓട്ടോ തല്ലി തകർത്തു. കൊല്ലം തടവയിൽ വാഹനങ്ങൾ തകർത്തു. തിരുവനന്തപുരത്ത് DYFI പെരുന്താന്തി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് തകർത്ത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ ടയറിലെ കാറ്റൂരി വിടുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുകയും ചെയ്തു. തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ആക്രമണമുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ UNAയുടെ ക്യാമറ എറിഞ്ഞു തകർത്തു. രാജഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. കോഴിക്കോട്, തൃശൂർ, ചേർത്തല തുടങ്ങിയവിടങ്ങളിലും മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ടായി. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതേസമയം ഹർത്താലിൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും സ്വകാര്യ ഇരുചക്ര വാഹനങ്ങൾ നിരത്തിലിറങ്ങി. പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സമാന്തര സർവീസുകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എന്നാൽ കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമായിരുന്നു. കടകളും മറ്റും തുറന്നു പ്രവർത്തിച്ചു. ആഹ്വാനം ചെയ്ത ഹർത്താൽ കണ്ണൂരിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പ്രത്യേകിച്ച് സംഭവം നടന്ന ധർമ്മടം മണ്ഡലത്തിൽ ജനങ്ങൾ ഹർത്താലിനെ അവഗണിക്കുന്ന അവസ്ഥയായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം തുറന്നുകിടന്നു. പിണറായിയിലും പെരളശ്ശേരിയിലും ഹർത്താൽ ബാധിച്ചതേയില്ല. ധനരാജ് വധമടക്കമുള്ള സംഭവങ്ങൾക്ക് ശേഷം ശാന്തമായ കണ്ണൂരിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനനെ RSS വെട്ടിക്കൊന്നതോടെയായിരുന്നു വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായത്. ഇത് RSS സംഘപരിവാർ സംഘടനകളുടെ ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഹർത്താലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ധർമ്മടം മണ്ഡലത്തിൽ. സ്ത്രീകളടക്കം റോഡിലിറങ്ങി. വിലാപയാത്രയ്ക്കിടെ തലശ്ശേരിയിൽ NE ബാലറാം മന്ദിരത്തിനു നേരെ RSS ആക്രമണം നടത്തി. പിണറായിയിൽ പ്രകോപനമുണ്ടാക്കും വിധം വിലാപയാത്രയ്ക്കിടെ RSS പ്രവർത്തകർ അസഭ്യവർഷം ചൊരിഞ്ഞെങ്കിലും സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. IG ദീനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ണൂരിൽ ഒരുക്കിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ DGPയും ആഭ്യന്തര സെക്രട്ടറിയും ഗവർണറെ കണ്ടു. കണ്ണൂരിലെ സ്ഥിതിഗതികൾ ഇരുവരും ഗവർണറെ ധരിപ്പിച്ചു. കണ്ണൂരിൽ സമാധാനം ഉറപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പിന്നീട് ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ മുന്നോട്ട് വരണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. വാർത്തകളിലേക്ക്. കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിഷയങ്ങളിലും നിയമസഭയിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ലീഗിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഈ മാസം 15-ന് ചേരും. ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക. തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും അമേരിക്ക. അതേസമയം ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാത്ത പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ വിമർശനവുമായി പാകിസ്ഥാനിലെ മുൻനിര ദിനപത്രമായ ദി നേഷൻ രംഗത്തെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ ഉദാഹരണമാണ് ഉറി ആക്രമണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ പരസ്യമാക്കിയത്. ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് കാശ്മീർ വിഷയവുമായി ബന്ധമുണ്ടെന്ന പാക് വാദവും വൈറ്റ് ഹൗസ് വക്താവ് തള്ളി. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി പാകിസ്ഥാൻ എടുക്കണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. സർജിക്കൽ അറ്റാക്കിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ അറിയിക്കുന്നത്. അതേസമയം പാക് സർക്കാരിനെതിരെ പാക് മാധ്യമങ്ങളും രംഗത്തെത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദ്, ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിനുമെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ചോദിച്ച്
പാകിസ്ഥാനിലെ മുൻനിര പത്രമായ ദി നേഷൻ മുഖപ്രസംഗം എഴുതി. ദേശീയ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ദി നേഷൻ കുറ്റപ്പെടുത്തി. സൈന്യവും സർക്കാരും തമ്മിലുള്ള ഭിന്നത വാർത്തയാക്കിയ ഡോൺ ദിനപത്രത്തിലെ മാധ്യമപ്രവർത്തകന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതും മാധ്യമങ്ങൾ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ ലംഘിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം കണ്ണൂർ മാനേജ്മെന്റ് പാലിച്ചില്ല. കരുണയിൽ യോഗ്യതയില്ലാത്ത 30 കുട്ടികൾക്ക് പ്രവേശനം നൽകിയെന്ന് കണ്ടെത്തിയതായും പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിനോട് നിലപാടറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കോൺഗ്രസ് അനുഭാവിയായ PSC ചെയർമാന് അനർഹമായ പെൻഷൻ അനുവദിച്ച് മുൻ സർക്കാർ ഉത്തരവ്. PSC ചെയർമാൻ KS രാധാകൃഷ്ണനാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഉയർന്ന പെൻഷൻ നൽകാൻ 2013-ൽ UDF സർക്കാർ ഉത്തരവിട്ടത്. വിരമിക്കൽ പ്രായം നിയമവിരുദ്ധമായി 1.5 വർഷം നീട്ടി നൽകുകയും ചെയ്തു.